अस्सलामुअलैकुम रहमतुल्लाह। अस्सलामुअलैकुम। हैं? വാപ്പാ, സൈനബ, സാധനങ്ങളൊക്കെ കാറിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എടുത്തു വെക്കും മോളെ. നീ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ വന്ന്? അതൊക്കെ പറയാം പാപ്പാ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. സൈനബ, നീ പോയി ഇസ്മായിലിനോട് ഇവിടം വരെ വരാൻ പറ. രാത്രി 11 മണിക്ക് എയർപോർട്ടിൽ നിന്ന് കാറ് കയറിയതാ. ഈ 5-6 മണിക്കൂർ 5-6 വർഷം ഗൾഫിൽ കഴിച്ചുകൂട്ടിയ പോലെ എനിക്ക് തോന്നി. വരുന്ന വഴിക്ക് ജമീലയുടെ വീട്ടിലൊന്ന് കയറണമെന്ന് വിചാരിച്ചതാ. നേരം വെളുക്കാത്തതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. വാപ്പ, അവർക്കൊക്കെ സുഖാണോ വാപ്പ? അല്ല നസീറെ, കഴിഞ്ഞ ആഴ്ച നീ അയച്ച കത്തിലും മിനിഞ്ഞാന്ന് വന്ന ഫോണിലും നീ വരുന്ന വിവരമൊന്നും അറിയിച്ചില്ലല്ലോ. മിനിഞ്ഞാന്ന് ഫോൺ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നി ഈ പെരുന്നാൾ ഇവിടെ കൂടാന്ന്. പിന്നെ ഒന്നും ഞാൻ ആലോചിച്ചില്ല. നേരെ അല്ല, ഞാൻ വന്ന ഒരു അളിയൻ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു. എന്താ വരുന്നവരും ആരെ അറിയിക്കാഞ്ഞത്? എല്ലാവരും ഒന്ന് അത്ഭുതപ്പെടുത്താന്ന് കരുതി. അതല്ല എന്റെ ഒരു ത്രില്ല്. അളിയൻ വന്നേ, കുറച്ച് സംസാരിക്കാനുണ്ട്. സർവശക്തനായ അല്ലാഹുവേ, എല്ലാം മറക്കാനും പൊറുക്കാനുള്ള കരുത്ത് നീ അവന് കൊടുക്കണേ. ഒരു ദിവസം സുബഹി നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാ ജമീല നിസ്കാരപ്പായിൽ വെട്ടിയലച്ച് വീണത്. ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. കുറെ നാൾ അവിടെ കിടത്തി ചികിത്സിച്ചു. പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഇപ്പൊ മരുന്ന് മുടങ്ങാതെ കൊടുക്കുന്നുണ്ട്. ജമീലെ സ്നേഹിച്ചു തുടങ്ങിയ കാലം മുതൽ ഇസ്മായിലിനെ ഞാൻ അളിയാന്ന് വിളിക്കുന്നു. ഇതുവരെ ഞാൻ ജമീലെ കല്യാണം കഴിച്ചിട്ടുമില്ല. ഇത്രയേറെ ബന്ധമുള്ള നമുക്കിടയിൽ ഇങ്ങനൊരു ചതി വേണമായിരുന്നോ? അളിയ, അത് ഞാൻ... മതി, എനിക്കൊന്നും കേൾക്കണ്ട. സുഹൃത്ത് ബന്ധങ്ങൾക്ക് ഞാൻ ഒത്തിരി വില കണ്ടിരുന്നു. അതൊക്കെ വെറും പാഴ്വാക്കുകളാണെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യമായി. വിധിച്ചെടുക്കാൻ നമുക്ക് കഴിയൂ. അന്യദേശത്തുള്ള നിന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിട്ടാ. ഞങ്ങളുടെ സ്ഥാനത്ത് നീയാണെങ്കിൽ ഇതേ ചെയ്യൂ. മതി മതി, എനിക്കെന്റെ ജമീലെ കാണണം. മോളെ, മോളെ, കണ്ണു തുറന്നേ മോളെ. ഈ മരുന്ന് കഴിക്കേ.
ഒക്കെ ഞാൻ അറിഞ്ഞു. എനിക്കെന്റെ ജമീലെ ഒന്ന് കാണണം. വേണ്ട മോനെ, ഈ നിലയിൽ നീ ഓളെ കാണണ്ട. കാണണം. എനിക്കെന്റെ ജമീലെ കാണാതെ കഴിയാൻ പറ്റില്ല. നിന്നെ കണ്ട നീ വന്നോന്നറിഞ്ഞ അവൾ ആ കട്ടിലിൽ ചലിക്കാതെ കിടന്ന് വിങ്ങി വിങ്ങി പൊട്ടു. ആ പൊട്ടിത്തെറി അനക്ക് കാണണ. തുള്ളിച്ചാടി നടക്കണ ഒരു മൊഞ്ചത്തി പെണ്ണ നിന്റെ മനസ്സില്. അവളുടെ ഇന്നത്തെ ഈ അവസ്ഥ നിനക്ക് താങ്ങാൻ കഴിയോ? പടച്ചോനെ, എനിക്കെന്റെ ജമീലിനെ ഒന്ന് കാണാൻ കഴിയില്ലേ? നിന്റെ കിടപ്പാടം പണയം വെച്ച കാശുകൊണ്ടാ ഞാൻ ഗൾഫിൽ പോണത്. എന്തിനാ അതൊക്കെ പറയണേ? ഒക്കെ നല്ലതിനല്ലേ. ഇനി ഇന്ന് കാണാൻ പറ്റുമെന്ന എന്റെ വിഷമം. ഞാൻ കൂട്ടിവെച്ചതാ, കയ്യിൽ വെച്ചോ. ജമീല, കടല് കടന്നു പോണ എന്റെ മുത്തിന് ഞാനിത് കടമായിട്ട് തരുന്നതല്ല. കഴിഞ്ഞിട്ട് ഇനി എനിക്കുള്ളതാ. നസീറ, നീ വാ. നേരെ ഒരുപാടായി, വീട്ടിലേക്ക് പോകാം. അസ്സലാമലൈക്കും. ആ, വാലേക്കും അസ്സലാം. ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്. വഴി തെറ്റി വന്നതാണോ? തെറ്റിയതല്ല, തെറ്റിച്ചു വന്നതാ. 5 ലക്ഷവും കാറും ആവശ്യപ്പെടുന്നത് പറഞ്ഞു. നമ്മൾ ഡോക്ടർ സുബേറിന് വന്ന കാര്യമാണ്. ഞാനത് തെറ്റിച്ചാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവനൊക്കെ എന്നാ കാശുകാരനായത്? വന്ന കാര്യം പറ. ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നസീറിന്റെ കാര്യമാണ്. അവന്റെ കാര്യം തനിക്ക് അറിയാലോ. അറിയാം, ഒക്കെ അറിയാം. ആ പെണ്ണിന് എണീച്ച് നടക്കുമെന്ന് ഇക്കാക്ക് തോന്നണുണ്ടാ? അങ്ങനെയുള്ളൊരു പെണ്ണിനെ ഓർത്തുകൊണ്ടിരുന്ന് കാലം കഴിക്കുന്നത് നസീറിന്റെ മണ്ടത്തരല്ലേ? അവള് വേറൊരു പെണ്ണല്ല, മലക്ക അവൾ. ഈ കുടുംബത്തിന്റെ സകല ഐശ്വര്യങ്ങൾക്കും കാരണക്കാരി അവളാ. കുഞ്ഞുമത് പോ. ഈ വക ചരിത്രവും പറഞ്ഞുകൊണ്ടിരുന്ന കാലം നിങ്ങളെ കളിയാക്കുക എന്റെ പൊന്നിക്ക. ഒരു മലക്കും ഒരു ജിന്നും. മോനെ,
നാളെ നോമ്പ് തുടങ്ങണം. പഴയതുപോലെ നടക്കാതെ അവളുടെ രോഗം ഭേദമാവാൻ വേണ്ടി അള്ളാഹുവിനോട് നീ എന്നും തേട്. കല്യാണ ബ്രോക്കർ വന്നിരുന്നു കേട്ട്. എന്തായി? അയാളെ ഞാൻ ഇറക്കി വിട്ടു. അയാൾ പറഞ്ഞതല്ലേ ശരി? നിന്റെ മോളെ മാത്രം വിചാരിച്ച് നോമ്പ് നിസ്കാരമായി കഴിയുന്നൊരുത്തൻ ആ വീട്ടിൽ ഭ്രാന്തനെ പോലെ. ഇവിടെ നിന്റെ മോള് തളർന്ന് ഈ അവസ്ഥയിൽ. ഇതിനിടയിൽ ഞാൻ ഒരു വേലി പണിയനോ? എന്റെ മോളെ ഓർത്തല്ല ഞാൻ വിഷമിക്കണം, നമ്മുടെ നസീറിന്റെ കാര്യം ഓർത്താണ്. അവരെ കാണുമ്പോ നമ്മൾ നെഞ്ചു കത്തിയാണ്. ഒക്കെ ഞമ്മൾ അറിഞ്ഞ്. അകത്തേക്ക് ചെല്ലേ. ജമീല, കണ്ണൂർന്നേ. ഇത് ഞാനാ, ഉഷ. ഞാനൊരു കാര്യം അറിയിക്കാനാ വന്നേ. എന്റെ കല്യാണം നിശ്ചയിച്ചു. വരുന്നതിന്റെ പിന്നത്തെ ഞായറാഴ്ച. വാ, നമുക്ക് പോവാം. ഞാൻ അബുക്കെ തേടി വന്നതാ. എന്താ? തറാവി കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് എല്ലാവരും പോയി. നസീർ മാത്രം പുറത്തിറങ്ങാതെ എന്തൊക്കെയോ ഓടിക്കൊണ്ടിരിക്കുന്നു. വേറെ ആരും പള്ളിയിലില്ലേ? മുല്ലാക്ക മാത്രമുണ്ട്. നസീറിന്റെ പെരുമാറ്റം എല്ലാവരും സംശയം ഉണ്ടാക്കുന്നു. ഇതൊരു മാനസിക രോഗി പോലെ. വാ. നസീർ ഇങ്ങോട്ട് വന്ന? ഇല്ല. എന്തേ? അല്ലാ, അവൻ ജമീലേനെ കാണണമെന്നും പറഞ്ഞ് അവന്റെ വീട്ടിൽ വലിയ ബഹളം ഉണ്ടാക്കിയെന്ന് കേട്ട്. എന്റെ പടച്ചോനെ. പേടിക്കണ്ട, ഞാനൊരു കാര്യം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ജമീലയ്ക്ക് വേണ്ടി ഞാൻ ഇതുവരെ നേരെ നോക്കാതെ പടച്ചവനോട് തേടിയതിന് ആളുകളുടെ കണ്ണിൽ ഞാനൊരു ഭ്രാന്തനായി. വേണ്ട, ആളുകളെ കൊണ്ട് ഇനി അങ്ങനെ പറയിപ്പിക്കണ്ട. ഇന്ന് 27-ാം രാവാണ്. പെരുന്നാൾ വരെ എനിക്കിങ്ങനെ ഇവിടെ കഴിയാൻ പറ്റില്ല. ഞാൻ നാളെ തിരിച്ചു പോന്നു. അതിനു മുമ്പ് ഒരിക്കൽ മാത്രം എന്റെ ജമീലെ കാണാൻ എന്നെ അനുവദിക്കണം.
റംലാനിലെ മഹത്തായ ഒരു രാത്രിയാണല്ലോ ലൈലത്തുൽ ഖദർ. മഹത്വത്തിന്റെ രാത്രി, വിധി നിർണയത്തിന്റെ രാത്രി. ഏതൊരു സൽക്കർമ്മത്തിനും അളവില്ലാതെ പ്രതിഫലം നീ നൽകുന്ന രാത്രി. റമദാൻ അവസാന 10 ആ രാത്രി ഈ രാത്രിയാണോ? പടച്ചോനെ, എന്റെ ജമീലെ പൂർണ്ണ ആരോഗ്യത്തോടെ നീ എനിക്ക് തരൂ. അല്ലാഹുവേ, തീർച്ചയായും നീ മാപ്പ് ചെയ്യുന്നവനും മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനുമാണ്. എന്റെ എല്ലാ തെറ്റുകൾക്കും മാപ്പ് മാപ്പ്. പടശോനി വിദൂരം ഉറങ്ങിയില്ലേ? സുബഹീന്റെ ബാങ്കാണല്ലോ കേൾക്കണത്. വാപ്പ, ഞാൻ കണ്ടു വാപ്പ. ജമീലെ ഞാൻ കണ്ടു വാപ്പ. ദാ അവിടെ നിന്ന് നിൽക്കുന്നു വാപ്പ. നിനക്ക് എന്ത് പറ്റി മോനെ? വാപ്പ, ഞാൻ കണ്ടു വാപ്പ. ജമീലെ കണ്ടു വാപ്പ. ആ വാതിലൊന്ന് തുറക്കു വാപ്പ. പടശോനെ, എന്റെ മോൻ. കേട്ടോ, അത് ജമീല. വാതിലൊന്ന് തുറക്കു വാപ്പ. അത് ജമീലയാണ് വാപ്പ. വാതിലൊന്ന് തുറക്കു വാപ്പ. കേട്ടില്ലേ? ജമീലെ കാണാനില്ല. ഞാൻ കാണിച്ചു തരാം. വാ, ഞാൻ കാണിച്ചു തരാം ജമീലെ. വാ വാ. ജമീല, 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 ജമീല. പാപ്പ, നീ ജമീല. ജമീല പാപ്പ. ജമീല. ജമീല. എന്റെ പടച്ചോനെ, എന്റെ പടശോനെ. ജമീല.
അല്ല, ഇതാരും മീനുവോ? ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു തോന്നുന്നു. മറന്നിട്ടല്ലമ്മേ, പഠിക്കാൻ ഒത്തിരിയുണ്ട്. പിന്നെ വീട്ടുജോലികളും. ഇക്കൊല്ലം തോറ്റ ഉടനെ കെട്ടിച്ചൂടുന്ന ചേട്ടന്റെ ഭീഷണി. അതുകൊണ്ട് കറങ്ങാൻ നടക്കാതെ പഠനം തന്നെ അല്ലേ? അതെ. ഇന്നെന്താ കോളേജിൽ പോകാതിരുന്നേ? ഇന്ന് ക്ലാസ് ഇല്ലല്ലോ. ദിനു പോയിട്ടുണ്ട്. ക്ലാസ് ഉണ്ടെന്ന് അമ്മയോട് നുണ പറഞ്ഞു പോയതാ. അപ്പോ ആൺപിള്ളേരല്ലേ, അവർക്ക് ചുറ്റിക്കറങ്ങാൻ അമ്മമാരോടല്ലേ നുണ പറയാൻ പറ്റും. അമ്മേ, ദിനുചേട്ടന് അമ്പലത്തിനടുത്തുള്ള പറമ്പിലിരിപ്പുണ്ട്. കൂടെ ആരാ? 3-4 പേരുണ്ട്. എല്ലാവരും മാറി മാറി പുക വലിച്ചു കയറ്റുന്നുണ്ട്. പ്രശ്നങ്ങൾ നാം ഉണ്ടാക്കുന്നു. പ്രശ്നങ്ങൾ നാം പെരുപ്പിക്കുന്നു. പ്രശ്നങ്ങൾ നാം അണയാതെ കാക്കുന്നു. നാം ശത്രുക്കളെ സൃഷ്ടിക്കുന്നു. നാം മിത്രങ്ങളെ കൊല്ലുന്നു. നാം ദൈവവിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നു. മനുഷ്യ മനസ്സുകളുടെ സമാധാനം കെടുത്തുന്ന ഈ ആരവം ഇനിയും ഇനിയും ഉയരട്ടെ, ഉയരട്ടെ, അങ്ങനെ ഉയരട്ടെ, രാവും പകലും ഉയരട്ടെ, ഉയരട്ടെ, ഉയരട്ടെ. ഏത് കോളേജിലായിരുന്നു സ്പെഷ്യൽ ക്ലാസ്? അറിഞ്ഞിട്ട് എന്ത് വേണം? എനിക്കൊന്നും വേണ്ട. ആ പാവം അമ്മ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കണേ? ഞാൻ എങ്ങനെ നടന്നാ നിനക്കെന്താ ചേതം? കുറെ ചേതുണ്ട്. ദിനു നേരെ ചൊവ്വേ കോളേജിൽ വരാറുണ്ടോ? വൈകുന്നേരങ്ങളിൽ ചീത്ത കൂട്ടുകാരും ഒത്ത് എങ്ങോട്ടേ സർക്കിട്ട്? ഞാൻ എല്ലാം അറിയുന്നുണ്ട് കേട്ടോ. അറിയുന്നുണ്ടല്ലോ, സന്തോഷം. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വേണ്ട, ഉപദേശമൊന്നും വേണ്ട. മനസ്സിലായില്ലേ? അരുത് ദിനു, അരുത്. ഈ പോക്ക് അപകടത്തിലേക്കാണ്. മയക്കുമരുന്നിന് അടിമയായാൽ മയക്കം വിട്ടുണരാൻ എത്ര ശ്രമിച്ചാലും കഴിയില്ല. അതുപോലെ തന്നെയാണ് വർഗീയ ഭ്രാന്തും. നാടിന്റെ പുരോഗതിയെയും നാട്ടുകാരുടെ സമാധാന ജീവിതത്തെയും വർഗീയത തകർക്കും. ലോകത്തിന് ലഭിച്ച ഏറ്റവും ആപൽക്കരമായ ഒരു ശാപമാണ് വർഗീയത. അതിന്റെ പിന്നാലെ ദിനു പോകരുത്. അവന്മാരെ അങ്ങനെ വെറുതെ പറ്റില്ല. മാർക്കറ്റ് ബലി ബഹളം നടക്കുന്നു. ഒരാളെ കൊന്നു, പലർക്ക് വെട്ടും കുത്തുമേറ്റിട്ടുണ്ട്. കടകൾ കൊള്ളയടിക്കുന്ന കാര്യത്തിൽ എങ്ങനെ? കൊള്ളയുടെ കാര്യത്തിൽ അവരും നമ്മൾ ഏതാനും തുല്യരാണ്. ചത്തവനും പരിക്കേറ്റവരിൽ ഭൂരിപക്ഷവും നമ്മുടെ ശത്രുക്കളല്ലേ? നല്ല കാര്യം നടക്കട്ടെ. നമ്മുടെ ഒരാൾ മരിച്ചു, 3 പേരുടെ നില ഗുരുതരം. ഇല്ല, ഒന്നിന് 10 തട്ടണം. അപ്പോ നമ്മുടെ നീക്കങ്ങളൊക്കെ രഹസ്യമായിരിക്കണം. നമ്മുടെ ആളുകളാണ് നമ്മുടെ ശത്രുക്കൾ. എനിവേ, നമ്മുടെ നീക്കങ്ങൾ ആരെതിർത്താലും അവന്റെ കഥ കഴിക്കണം. അതെ, നമ്മുടെ ആളാണ് നോക്കണ്ട. കേട്ടില്ലേ? ആരുടെ മുഖം നോക്കണ്ട. നമ്മുടെ ആളെ കൊന്നത് ദിനുവും കൂട്ടരാണ്. ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. അവരെവിടെ ഉണ്ട്? കാണിച്ചു തരാം.
ഓടരുത്. എന്നെ കൊല്ലാൻ വരുന്നു, രക്ഷിക്കണം. അവനെങ്ങ ഇറക്കിവിട്. എന്തിന്? നമ്മുടെ ഒരാളെ കൊന്നത് ഇവനാ. ഇല്ല ഇല്ല, ഞാൻ ആരെ കൊന്നിട്ടില്ല. കണ്ടോ, അവൻ കളവ് പറയും. അവനെങ്ങ ഇറക്കിവിട്. ഞങ്ങളുടെ കൈ ധരിക്കുന്നു. ആദ്യം നിങ്ങൾ പുറത്തിറങ്ങണം. ഞങ്ങൾ ഇറങ്ങണമെങ്കിൽ ഇവനെ കിട്ടണം. ഇവനെ നിങ്ങളുടെ വാളും തുമ്പിലേക്ക് വലിച്ചെറിയാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾ ഇസ്ലാം മതത്തിൽ പിറന്ന ആളാണോ? അതെ, ഞങ്ങളും. അതിലെനിക്ക് സംശയമുണ്ട്. എന്ത്? അക്രമത്തെ ഇസ്ലാം എതിർക്കുന്നു എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അഭയം തേടി വരുന്ന ഒരുവനെ സ്വന്തം ജീവൻ നൽകി രക്ഷിക്കേണ്ടത് ഇസ്ലാമിന്റെ കടമയാണെന്നും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒരാളുടെ പിന്നാലെ ഇത്രയും പേർ ആയുധങ്ങളുമായി കൊലവിളി മുഴക്കി അലറുന്നത് ഇസ്ലാം മതത്തിൽ പറഞ്ഞവർക്ക് ചേർന്നതല്ല. പോ പുറത്ത് നിൽക്കൂ. ആയുധം ഒരു പ്രശ്നത്തിനും പരിഹാര വസ്തുവല്ല. മറിച്ച് പ്രശ്നത്തിന് മേൽ പ്രശ്നമുണ്ടാക്കാനേ ആയുധത്തിന് കഴിയൂ. നബി തിരുമേനി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: ശാസ്ത്രമാണ് എന്റെ ആയുധം, ക്ഷമയാണ് എന്റെ പുതപ്പ്, സംതൃപ്തിയാണ് എന്റെ യുദ്ധം മുതൽ. മനസ്സിലായോ? ഇപ്പൊ പോ. എന്നിട്ട് നാളെ ഇങ്ങോട്ട് വരും. നിങ്ങളെപ്പോലുള്ള കുറച്ച് ആളുകൾ ചെയ്തു കൂട്ടുന്ന കൊള്ളരായ്മകൾക്ക് ഇരയാകുന്ന ഇവിടെ പാവങ്ങളാണ്. അതെ, ഒരു രാജ്യമാകെ കത്തിയെരിയാൻ ഒരു തീപ്പൊരി മതി. അതെ, അജ്ഞതയും അലസതയുമാണ് ആപത്തുകൾക്ക് വഴിയൊരുക്കുന്നത്. അതെ, ഞങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകളെ പറ്റി ആലോചിക്കുകയായിരുന്നു. ഇല്ല, ഇനി ഞങ്ങൾ തെറ്റുകൾ ആവർത്തിക്കില്ല. എല്ലാ മനുഷ്യരും സഹോദരങ്ങളാണെന്നുള്ള ബോധം ഞങ്ങൾക്കുണ്ടായി. ഞങ്ങൾക്കിനി ആയുധമെടുക്കാൻ കഴിയില്ല. നല്ലത്. ചെയ്ത തെറ്റുകളെ തിരുത്തുക എന്നത് ഒരു വലിയ കാര്യമാണ്. ഹാജിയാർ പറഞ്ഞ നല്ല വാക്കുകളാണ് ഞങ്ങളുടെ ബോധം തെളിയിച്ചത്. എങ്കിൽ പോയി കുളിച്ചിട്ട് ഹാജിയാരുടെ വീട്ടിലേക്ക് ചെന്നു. സാത്താന്റെ സന്തതികൾ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളിലൂടെ അത് കാണുകയും ചെയ്യുന്നു. ശാന്തിയും സമാധാനവും ചെകുത്താൻ ഇഷ്ടമല്ല, നിങ്ങൾക്കും. സംഘടനകൾ എന്ന പേരിൽ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കി ആയുധങ്ങൾ എടുപ്പിക്കുന്നവർക്ക് ചെകുത്താന്റെ ചിരി ചിരിക്കാനേ കഴിയൂ. കൊല്ലുന്നവരും കൊല്ലപ്പെടുന്നവരും അന്യരല്ല എന്ന ബോധം മനുഷ്യനുണ്ടാകൂ. ചെകുത്താനിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള ദൂരം ഒത്തിരിയുണ്ട്. കഴിയുമെങ്കിൽ നിങ്ങൾ ആ ദൂരം താണ്ടുക. എന്താ രണ്ടു കൂട്ടരും മിണ്ടാതെ നിൽക്കുന്ന? തമ്മിൽ തല്ലാൻ നാവിനൊരു പിഴവ് പറ്റിയാൽ മതി, അത് സംഭവിച്ചിരിക്കും. എന്നാൽ ആ തല്ലിന്റെ വേദന അകലണമെങ്കിൽ 1000 നാവുകൾ ഒന്നിച്ചലറിയാലും കഴിഞ്ഞെന്ന് വരില്ല. എന്തൊക്കെയോ കേട്ടു, എന്തൊക്കെയോ ചെയ്തു, ഒന്നിന് ലക്ഷ്യമില്ലായിരുന്നെന്ന്
വളരെ വൈകിയാണ് അറിഞ്ഞത്. ആരുടെയൊക്കെ നിർദ്ദേശങ്ങളാണ് ഞങ്ങളെ ഇതുവരെ മുന്നോട്ട് നയിച്ചത്? ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും മറന്ന് എന്തൊക്കെയോ ചെയ്തു കൂട്ടി. ഇല്ല, ഇനി ഒരിക്കലും അത്തരം ചിന്തകൾക്ക് പിന്നാലെ പോവില്ല. സത്യം. ഇന്ന് ലോകമാകെ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ദൈവത്തിന്റെ പേരിലാണ് കൊല്ലും കൊലയും നടക്കുന്നത്. ശരിയാണ്, ഞങ്ങളും ദൈവത്തിന്റെ പേരിലാണ് പോർവിളി നടത്തിയത്. ദൈവം ഇഷ്ടപ്പെടാത്ത ഒന്നായിരുന്നു അതെന്ന് വളരെ വൈകിയാണ് ഞങ്ങൾ അറിഞ്ഞത്. തിരിച്ചറിഞ്ഞത് നന്നായി. ദൈവം എന്നത് സ്നേഹത്തിന്റെ പര്യായമാണ്. മനുഷ്യനെ സ്നേഹിക്കാത്തവർ ദൈവത്തെ പൂജിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഞങ്ങളത് മനസ്സിലാക്കി. ഞങ്ങളിൽ നിന്നും ഇന്നൊരു തെറ്റുമുണ്ടാകില്ല. ഞങ്ങൾ മനുഷ്യരായി ജീവിക്കും. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞത് കേട്ട് എടുത്തു ചാടി. ആപത്ത് പാവപ്പെട്ടവർക്കും ഇല്ല. ഇനി അത്തരം ചിന്തകൾക്ക് പുറകെ ഞങ്ങൾ പോവില്ല. നല്ല കാര്യം. ഇങ്ങ് അടുത്തു വരൂ. അതൊക്കെ അങ്ങനെ സംഭവിക്കൂ. എന്റെ മോനെ രക്ഷിച്ചതിന് ഞാൻ എന്നും നന്ദിയുള്ളവളായിരിക്കും. ആപത്തിൽപ്പെടുന്ന ഏതൊരാളെയും സഹായിക്കേണ്ടത് മനുഷ്യധർമ്മമാണ്. ദിനേശ, ഇങ്ങ് വരൂ. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. ഏതൊരു രാജ്യത്തിന്റെയും നാശത്തിന് പിന്നിൽ വർഗീയതയാണ്. ഇന്ത്യയെ വെട്ടിമുറിച്ചത് വർഗീയതയാണ്. അതിനുശേഷം മുറിക്കപ്പെട്ട രാഷ്ട്രങ്ങളിൽ സമാധാനമുണ്ടോ? വർഗീയതയുടെ പേരിൽ നമ്മുടെ അയൽപക്കങ്ങളിൽ, ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ ഉണ്ടായ അക്രമങ്ങൾക്കും അനീതികൾക്കും കയ്യും കണക്കുമുണ്ടോ? എന്തിനു വേണ്ടി? ഉത്തരം കിട്ടില്ല. നഷ്ടങ്ങളുടെ കണക്ക് പറഞ്ഞ് നമുക്ക് വിലപിക്കാനേ കഴിയൂ. ജാതിയും മതവും പറഞ്ഞ് പരസ്പരം തല്ലിച്ചാകാൻ പിറന്നവരല്ല നമ്മൾ. അതും പറഞ്ഞ് ജീവിക്കാൻ നടക്കുന്നവർക്ക് വേണ്ടി ഹോമിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. സത്യം, ധർമ്മം, നീതി, സ്നേഹം, അതായിരിക്കണം ഓരോ ഇന്ത്യൻ പൗരന്റെ ലക്ഷ്യം. അതിനായി മുന്നോട്ട് പോവുക. ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ജനത. വർഗീയത പറയുന്നവരെ തിരിച്ചറിയുക, അവരുടെ ഉപദേശങ്ങൾ തിരസ്കരിക്കുക, അവരെ അകറ്റി നിർത്തുക. ഈ പുതുവത്സരത്തിൽ നാം ഓർക്കുക, ഭാരതം നമ്മുടെ രാജ്യമാണ്. എല്ലാ ഭാരതീയരും നമ്മുടെ സഹോദരങ്ങളാണ്. സത്യം, ധർമ്മം, നീതി, സ്നേഹം ഇവ ലയിച്ചുള്ള ജീവിതമായിരിക്കട്ടെ നമ്മുടേത്. ജയ് ഹിന്ദ്.